നമസ്കാരം, ദേവി മെഡിക്കൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് ആണ്. ഇത് വൈറ്റമിൻ D3 ടാബ്ലറ്റ് എന്ന് പറയും. ഡി റൈസ് അല്ലെങ്കിൽ വൈറ്റമിൻ D3 ടാബ്ലറ്റ്. ഇത് പല ഷെഡ്യൂളുകളിൽ ലഭ്യമാണ്. 6000 അല്ലെങ്കിൽ 24,000, 60,000 അങ്ങനെയൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാലമായിട്ട് മുട്ടുകാല് വേദന, കൈകാൽ വേദന, പിന്നെ എല്ലിൻ്റെ തേയ്മാനം അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ആർക്കും ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കില്ല. ഒരു കൈവേദന, കാലുവേദനയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കും, അതിൻ്റെ വേദന മാറും. ഇപ്പോൾ പെടലി വേദന മിക്കവാറും ഇങ്ങനെ തിരിയുമ്പോൾ പെടലി വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേദനയുള്ളവർ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡിയുടെ അളവ് ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടറെ കാണാം. ഒരു ഓർത്തോ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എഴുതുന്ന ഒരു ടാബ്ലറ്റാണ് വൈറ്റമിൻ D3 അല്ലെങ്കിൽ വൈറ്റമിൻ ഡി. 60,000 ഉണ്ട്, 6,000 ഉണ്ട്. 60,000 ആഴ്ചയിലൊന്നും 6,000 ഡെയിലിയും കഴിക്കേണ്ട ഒരു ക്യാപ്സൂളാണ് ഇത്. മേ ബി ഇപ്പോൾ എന്താ പറയുക, വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ്. ഇത് ഞാൻ ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറയില്ല. ഒരു ഡോക്ടറുടെ അനുവാദത്തോടുകൂടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ എൻ്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കൈകാൽ വേദന, മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ പെയിൻ അല്ല, എല്ലുവേദനയാണ് മെയിനായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അങ്ങനെയുള്ളൊരു വൈറ്റമിൻ ഡി ഏതെങ്കിലും നല്ല ലാബുകളിൽ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഓർത്തോ ഡോക്ടറെ കാണുക. അതിനുള്ള സൊല്യൂഷൻ മാത്രമാണിത്, അല്ലാതെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. അതിനുള്ള മരുന്നാണ് വൈറ്റമിൻ ഡി ക്യാപ്സൂൾസ്. അപ്പോൾ വൈറ്റമിൻ ഡി ഉപയോഗിക്കേണ്ടത് പേശിവേദന, ഈ എന്താ പറയുക, നല്ല അകാരണമായിട്ട് ഒരുപാട് കാലം കൊണ്ട് വേദന അനുഭവിക്കുന്നവരൊക്കെ ഇതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് കുറവാണെങ്കിൽ ഓർത്തോ ഡോക്ടറെ കാണുക. എന്നിട്ട് വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു ഗുളികയാണ് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്. സോ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.